പത്തനംതിട്ടയിൽ 13 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം സഹപാഠികൾ ചേർന്ന് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതും 12, 13, 14 വയസ്സ് ഉള്ള അതായത് ഈ പ്രായപരിധിയിലുള്ള കുട്ടികളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ട്. അതായത് ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും കൂടെ ചേർന്നിട്ടാണ് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. അതായത് സ്കൂളിൻ്റെ ഇപ്പോൾ ആരും എത്തിപ്പെടാത്ത കുറച്ച് സ്ഥലങ്ങൾ, മൂത്രപ്പുര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, ഇവിടെയൊക്കെ ചേർന്ന് പല ആൺകുട്ടികളും വന്ന് ഈ കുട്ടിയെ പീഡിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പ്രതി ചേർക്കപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ സുഹൃത്തായ പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായും പറയുന്നു. ശരിക്കും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് തന്നെയാണ് എനിക്ക് ചോദിക്കാം. ശരിക്കും എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതായത് ബാല്യം പിന്നിട്ട് ആ ഒരു ടീനേജേഴ്സിൽ എത്തി നിൽക്കുന്ന കുട്ടികൾക്കിടയിലാണ് ഇതുപോലെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നിരിക്കുന്നത്. ഇപ്പോൾ മേജറായിട്ടുള്ള യുവതി യുവാക്കൾ ഇങ്ങനെ ഒരു കേസുകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള വിവരങ്ങൾ. ശരിക്കും ഈ കുട്ടികൾക്ക് ഇതുപോലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ എങ്ങനെ കിട്ടി, ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ആദ്യം കണ്ടെത്തണം. അതിപ്പോ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവരെ കുട്ടികളെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യരുത്, കുട്ടികളെന്ന് ഒരിക്കലും ഇവരെ വിളിക്കരുത്. എനിക്കതിനോട് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ പത്തനംതിട്ടയിൽ നടന്ന ഈ പീഡനത്തിൽ ഒരു വർഷം മുമ്പ് 50 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽപ്പെട്ട ഒരു പ്രതി, ആ പ്രതിയും ഈ കുട്ടിയെ പീഡിപ്പിച്ച ആളിലുണ്ട്, പീഡിപ്പിച്ച പ്രതികളിലുണ്ടെന്നാണ് പറയുന്നത്. 10 പേരിലും മൊഴിയെടുത്തു. 6 പേരോളം ഇവരുടെ കൂടെ സഹപാഠികളാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, 12, 13, 14 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന്റെ നിയമവശങ്ങൾ പറയാൻ നമുക്ക് ആധികാരികതയില്ല. കാരണം ഇതിലെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഓരോ പ്രവൃത്തികളോ ചെയ്തികളോ അല്ലെങ്കിൽ അവരുടെ വിചാരങ്ങളോ നമ്മളെക്കാൾ അതീതമാണ്. അതായത് ഒരു സാധാരണ, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ, അതായത് 18 വയസ്സിന് മേളിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ യൗവനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളേക്കാൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയേക്കാൾ ഒരു കൂടുതൽ അരഗൻ്റ് അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഒരു വൈൽഡായിട്ടുള്ള അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വഭാവമാണ് ഇപ്പോൾ വളർന്നു വരുന്ന ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്നത്. എന്നാൽ ഞാൻ ആലോചിക്കുന്നത്, ഇവർക്ക് ഒരു തരത്തിലുള്ള, അതായത് മൈനറാണ്, പ്രായം കുറവാണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുന്ന എൻ്റെ അഭിപ്രായത്തിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമുക്ക് പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ അധികം സ്കൂളിൻ്റെ പേരോ പെൺകുട്ടിയുടെ പേരോ ഈ പ്രതികളുടെ പേരോ ഒന്നും പുറത്തു പറയാൻ ഇപ്പം സാധിക്കില്ല. അതൊന്നും പോലീസും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആലോചിക്കണം, പുറത്തുള്ള ആൾക്കാരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. പുറത്തുള്ള ആൾക്കാർ എങ്ങനെ ഇതിൽ വന്നു എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ ഞാൻ തന്നെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ വർഷം 50 പേര് ചേർന്ന് പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ആ കേസിലെ ഒരു പ്രതി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിവിടെ നിയമത്തിൻ്റെയും കൂടെ ഒരു വീഴ്ചയാണ് ഞാൻ പറയുന്നത്. അത് മാറ്റി വെക്കാം, ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. എങ്കിൽ കൂടി നമ്മുടെ വിദ്യാഭ്യാസം, അതായത് കൃത്യമായിട്ട് നമ്മൾ ഇനി കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ കൃത്യമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നിരീക്ഷിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക, സ്വന്തം സഹപാഠി ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയി മറ്റുള്ള ആൺകുട്ടികൾക്ക് കാഴ്ചവെക്കുകയോ ചെയ്യുന്നത്. അതായത് ഈ കേസിനകത്ത് ഒത്താശ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ഏത് തരത്തിൽ അംഗീകരിക്കാൻ കഴിയും? ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കത് ഏത് തരത്തിൽ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും? ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ് ഇവർക്ക്. ഈ ഒരു കൗമാരത്തിലേക്ക് അടുക്കുന്ന ഒരു സമയമാണല്ലോ ടീനേജേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഈ ശാരീരികവും അല്ലെങ്കിൽ മാനസികവുമായ വളർച്ച വികസിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഇതിലില്ലാത്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന, ഒരു കാരണവശാലും അനുകൂലിക്കാൻ പറ്റാത്ത ഈ ഒരു സംഭവം. അത് മാത്രമല്ല, നമ്മുടെ ഈ 6 ഇഞ്ചുള്ള സ്ക്രീനുള്ള ഫോണില് എന്ത് വിവരങ്ങൾ വേണമെങ്കിലും നമുക്ക് കിട്ടും, ഇല്ലേ? നല്ലത് മാത്രം എടുക്കാൻ അവർക്ക് അറിയത്തില്ലേ? ഞാൻ ആലോചിക്കുന്നത്, ഇതിനകത്ത് എന്ത് വിവരങ്ങൾ വേണമെങ്കിലും കിട്ടും, അത് സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. നല്ലത് മോശവും നല്ലതൊന്നും തിരിച്ചറിയാത്ത കുട്ടികളൊന്നും അല്ല ഇവര്. കുട്ടികളെന്ന് ഞാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പറഞ്ഞു പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു തരത്തിലുള്ള കൺസിഡറേഷൻ കൊടുക്കരുത്. ഇതേപോലുള്ള ആൾക്കാരെ ശിക്ഷിക്കണം. കൂടിപ്പോയ 18 വയസ്സാണ്. 18 വയസ്സിന് 2 പ്രായപൂർത്തിയായിട്ടുള്ള ആൺകുട്ടികളുണ്ട്, ബാക്കിയെല്ലാം മൈനേഴ്സ് ആണ് വരുന്നത് എന്നാൽ അറിയാൻ സാധിച്ചത്. എന്ത് മൈനസ് ആണെങ്കിലും എന്ത് തേങ്ങ ആയിക്കോട്ടെ, എനിക്ക് അത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈനസ് ആയതുകൊണ്ട് അങ്ങ് ഇളവ് ചെയ്യുക, കുറച്ച് ശിക്ഷ ഇളവ് ചെയ്യാന്ന് വെച്ചാൽ
നടക്കുന്ന കാര്യം. ഇതിനകത്ത് നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. എന്തിനാ ഇത് പ്രതികരിക്കുക മാത്രമല്ല രഞ്ജിത്തെ വേണ്ടത്, ഇതിന് ശക്തമായി കുട്ടികൾക്ക് ആവശ്യമായ രീതിയിലുള്ള ബോധവൽക്കരണം. എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് എന്ന രീതിയിലുള്ള ഒരു വ്യക്തമായ ഒരു പഠനം ഈ കുട്ടികൾക്ക് കൊടുക്കണം. ഈ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഈ ഒരു കൗമാര പ്രായത്തിൽ വളർന്നു വരുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ഉള്ള കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ള രീതിയിലുള്ള പഠനം ശരിയായ ഒരു സിലബസിൽ ഉൾപ്പെടുത്തി നൽകാത്തതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണിത്. അതെ, അറിയോ? കാരണം ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു എൻ്റെ നാട്ടിലെ ഒരു വൈക്കത്തൊരു പെൺകുട്ടിയെ പാലാ കോളേജിൽ വെച്ച് കാമുകൻ കഴുത്തറുത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വനിതാ കമ്മീഷൻ അംഗമേ ഇതുപോലൊരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ഇതുപോലെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം ഇല്ല, അത് വ്യക്തമായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതിന് താഴെ വന്ന കമൻറ്റുകൾ എന്താണെന്നറിയോ? ഇതുപോലെ കുട്ടികളെ ഇങ്ങനെ ഒന്നിച്ചിരുത്തി ഒരു പ്രൊജക്ട് റൂമിൽ കൊണ്ടുപോയി ഇരുത്തി കുട്ടികളെ നീലച്ചിത്രം കാണിച്ചാണോ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കേണ്ടതെന്ന രീതിയിൽ അപഹാസ്യകരമായിട്ടുള്ള കമന്റുകൾ മുതിർന്നവർ തന്നെ പറയുന്നു. ആ മുതിർന്നവരെ കണ്ടിട്ടില്ലേ ഈ കുട്ടികൾ പഠിക്കുന്നത്? ഈ മുതിർന്നവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ കുട്ടികൾക്കില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് കണ്ടു വളർന്നല്ലേ ഈ കുട്ടികൾ വരുന്നത്. ഇപ്പം ഞാനൊക്കെ 8ലും 9ലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബയോളജി പുസ്തകത്തിലെ 8ഓ 9ഓ പാഠങ്ങൾ ഏതാണ്ട് ഇതുപോലെ പ്രത്യുൽപാദനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാഠങ്ങളാണ്. ആ പാഠങ്ങളിൽ ആ ടീച്ചർ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് നിങ്ങൾ തന്നെ വായിച്ചാൽ മതി, ചിലപ്പോൾ ഒരുപക്ഷെ ഇത് എക്സാമിന് വരണമെന്നില്ല, അങ്ങനെ പറഞ്ഞ ആ പാഠം രണ്ടും സ്കിപ്പ് ചെയ്യുകയായിരുന്നു. അതാണോ ശരിക്കും ചെയ്യേണ്ടത്? ഒരിക്കലും അതങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. ഓരോ ഓപ്പോസിറ്റ് ജെൻഡറിന്റെ എന്താ പറയുക, ഒരു സെക്സ് പോലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് അതിൽ അവയർനെസ് വരുത്തേണ്ടതല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ പരമാവധി നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ കുറച്ചെങ്കിലും ഒരു പുരോഗതി ഉണ്ട്, അല്ലെങ്കിൽ പരിഷ്കരണം ഉണ്ടെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഈ സമൂഹത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഓപ്പോസിറ്റ് ജെൻഡറിനോട് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ് കരുതുന്നതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെയാണ് ഇവർ അടുത്ത് ഇടപെടുന്നത്. സെക്സ് എഡ്യൂക്കേഷൻ അനിവാര്യമാണ്, അത് പറഞ്ഞതിൽ ഞാൻ ഒരു വിയോജിപ്പ് നൽകുന്നത്. പക്ഷേ ഇത് പഠിച്ചതുകൊണ്ട് മാത്രം ഇതിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വരണം. കാരണം എന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ പഠിക്കാതെ ശരിയും തെറ്റും അറിയുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിവേകം പോകുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഇരിക്കും. പക്ഷേ ഇത് മസ്റ്റായിട്ട് പഠിക്കണമല്ല. ഇനി മുതൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ്, അതായത് പ്രായത്തിന് വേണ്ട ഉപദേശങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുക. അവരുടെ സ്വഭാവ വൈകൃതങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. കുട്ടികളുടെ ബിഹേവിയർ മോണിറ്റർ ചെയ്യാൻ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആൾക്കാരുണ്ടാവണം. കാരണം ഓരോ കുട്ടികളും പല സാഹചര്യത്തിൽ നിന്നാണ് വരുന്നത്. ഇവരുടെ സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഈ വിദ്യാഭ്യാസം പുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചു പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇവരാരൊക്കെയായിട്ടാണ് കൂട്ടുകൂടുന്നത്, ഇവരെന്തൊക്കെയാണ് പഠിക്കുന്നത്, ഇവർക്ക് എന്തിനാണ് കൂടുതൽ താല്പര്യം, ഇവരേത് രീതിയിലാണ് ഇതൊക്കെ കാണുന്നത് കേൾക്കുന്നത്, ഇവരുടെ ചിന്ത എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം കൃത്യമായിട്ട് ഒരാൾ മോണിറ്റർ ചെയ്യണം, വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം. ഇതിന് എനിക്ക് വേറൊരു മാർഗം തോന്നുന്നില്ലല്ലോ. അതിന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരു 10 വയസ്സ് കൂട്ടാം, നമുക്ക് 10 വയസ്സ് മുതൽ ഒരു 15-16 വയസ്സ് വരെയുള്ള കുട്ടിയെ ഒരു മാതാപിതാവിനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ എത്രത്തോളം ഒബ്സർവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എത്രത്തോളം നിരീക്ഷിക്കാൻ പറ്റും? അതിനൊരു ലിമിറ്റില്ലേ? അതാ ഞാൻ ഒരു അധ്യാപകൻ എന്നല്ല പറഞ്ഞത്. ഇത് കുട്ടികളുടെ സ്വഭാവങ്ങൾ മോണിറ്റർ ചെയ്യാൻ ഒരാളെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ചില കേസുകളിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങൾ ക്ലാസ് ഏർപ്പെടുത്തണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടികളായിരിക്കുമ്പോൾ നമ്മളിൽ എന്തും അടിച്ചേൽപ്പിക്കാൻ എളുപ്പമാണ്. പ്രായമായ ഒരാളെ പോലല്ല, കുട്ടികളിൽ എന്തും നമുക്ക് അടിച്ചേൽപ്പിക്കാം. അവിടെയാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഈ സമയങ്ങളിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ, ചിന്തകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ വേണം ഏറ്റവും കൂടുതൽ അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ഈ സമയങ്ങളിൽ തെറ്റുകൾ പറ്റാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതനുസരിച്ച് കുട്ടികളെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെയും സംഭവിച്ചേക്കുന്ന കാര്യം എന്താ, ആ സ്കൂളിൽ ഇത്രയും വലിയൊരു കേസ് നടന്നിട്ട് അവരാരും അറിഞ്ഞിട്ടില്ല. അത് എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിൽ ഒരു കൗൺസിലിംഗ് സെക്ഷൻ നടന്നു. ഈ കുട്ടിക്ക് ബുദ്ധിമുട്ടെല്ലാം കാര്യങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഒരു കൗൺസിലിംഗ് സെഷൻ നടത്തുകയും അതിലൂടെയാണ് ഇതുപോലെ വലിയ ഞെട്ടിക്കുന്ന ഒരു വിവരം മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതലല്ലാതെ ഈ സ്കൂളിലെ അധ്യാപകർക്കും മറ്റും എന്ത് ചെയ്യാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒഴിവുള്ള പീരീഡ് അല്ലെങ്കിൽ സ്കൂൾ വിടുന്ന സമയത്ത് ഈ കുട്ടികളുടെ പുറകെ പോയി നോക്കാൻ പറ്റുമോ ഈ അധ്യാപകർ? അങ്ങനെ പറയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിലല്ല, എന്ത് ചെയ്യാം എന്നുള്ളതിലാണ്. അതായത് ഇപ്പോൾ ഇത്രയും കുട്ടികളുണ്ട് ഒരു സ്കൂൾ, നമുക്ക് നോക്കുമ്പോൾ പറയാം
ഇത്രയും സ്കൂളിൽ ഇത്രയും കുട്ടികളുണ്ട്, ഓരോരുത്തരുടെയും പുറകെ നോക്കാൻ പറ്റുമില്ലയോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള അപ്പോൾ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. കാരണം ഒരു സ്കൂളിൽ കുട്ടികളുടെ ബിഹേവ് എങ്ങനെയാണ്, അത് എങ്ങനെ കാരണം ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകർക്ക് മനസ്സിലാവും ഏത് കുട്ടികൾ ഒരു വർഷം ഒരു വർഷം കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ കയറി പഠിപ്പിക്കുന്ന അധ്യാപകന് മനസ്സിലാവും ഏതൊക്കെ കുട്ടികൾ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. അവിടെ തന്നെ മോണിറ്ററിങ് നടക്കും. മനസ്സിലായില്ലേ? ഒരു കുട്ടി നല്ലോണം പഠിക്കുന്നുണ്ടോ, മോശമാണോ, ആവറേജ് ആണോ, ബിലോ ആവറേജ് ആണോ, എല്ലാം കൃത്യമായിട്ട് അധ്യാപകനെ നോട്ട് ചെയ്യാൻ കഴിയും. എന്തെങ്കിലും സ്വഭാവ വൈകല്യം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ആ കുട്ടിക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ പുറകെ പോയി നോക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ക്ലാസ്സിലാണ്, ഭൂരിഭാഗവും കുട്ടികൾ ചിലവഴിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലൊക്കെയാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഓരോ കുട്ടിയെയും നല്ല രീതിയിൽ നമുക്ക് നിരീക്ഷിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണോ, അങ്ങനെ എന്തെങ്കിലും ബിഹേവിയർ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ സ്കൂളുകളിൽ ഒരു അധ്യാപകന് 60 വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ 55 തുടങ്ങി 60 വിദ്യാർത്ഥികൾ എന്ന ഒരു അനുപാതത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഇവരുടെ സ്വഭാവ രൂപീകരണത്തിന് വലിയൊരു പങ്ക് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നടക്കുന്നുണ്ട്. ഒരു കുട്ടി വളർന്ന് APJ അബ്ദുൽ കലാം ആകണോ, അല്ലെങ്കിൽ വളർന്ന് സാമൂഹ്യ വിഭക്തായ ഗോവിന്ദചാമി ആകണോ എന്ന ഒരു ഇതിനടിസ്ഥാനം നമ്മുടെ ഈ ഒരു ടീനേജിലെ ആ കുട്ടിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. ശരിയാണോ അല്ലേ? അതെ, ശരി. അതായത് ഇപ്പോൾ കൊടും ബ്രൂട്ടലായ ഒരു കുറ്റവാളി, ആ കുറ്റവാളിയുടെ ബാക്കിലേക്ക് അല്ലെങ്കിൽ അവൻ്റെ ഭൂതകാലത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ്റെ ആ ഒരു കുട്ടിക്കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കും. ആ ഇഷ്യൂ കണ്ടെത്തി പരിഹരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ഒരു ഗുണ്ട ഈ ഒരു സമൂഹത്തിൽ വളരുമായിരുന്നില്ല. അങ്ങനെയല്ലേ സാധാരണ സൈക്കോളജി പറയുന്നത്. അത് മാത്രമല്ല, അതെല്ലാം മാറ്റിവെക്കാം. ഈ ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡിലേക്ക് തന്നെ വരാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അധികമായി കൊണ്ടിരിക്കുന്നത് പലവിധ സബ്സ്ക്രിപ്ഷനുകളാണ്. രഞ്ജിത്തെ 18 വയസ്സിന് മേളിൽ പറ്റുകയുള്ളൂ എന്ന ഈ ഒരു കണ്ടീഷൻസ് വെച്ചിട്ടാണ് സബ്സ്ക്രിപ്ഷൻ ചാനൽ പലരും തുറന്നതെങ്കിലും ഈ പല കുട്ടികളും ഇപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് ചെറിയ കുട്ടികളാണ്. ഈ കൗമാരത്തിലെ ആ സകല ക്രേവിങ്സും ഉള്ള 15-16 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളും എടുക്കുന്നത്. ഈ പ്രധാനമായിട്ട് ഈ കുട്ടികളുടെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഒരു പ്രധാന സ്വാധീനം ചെലുത്തുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അത് രഞ്ജിത്ത് അതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? തീർച്ചയായിട്ടും യോജിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇപ്പം സബ്സ്ക്രിപ്ഷൻ അല്ലാതെ കൊച്ചുകുട്ടികൾ, അതായത് ഒരു 5-ലോ 4-ാം ക്ലാസ്സിലൊക്കെയോ പഠിക്കുന്ന കൊച്ചുകുട്ടികൾ, അതിൽ താഴെയുള്ള കുട്ടികളുണ്ട്. ഇവരെ വളരെ വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യിപ്പിക്കുകയും മോശം എന്നുള്ള രീതിയിൽ ക്യാമറ ആംഗിളുകൾ വെക്കുകയൊക്കെ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ചിന് വേണ്ടിയിട്ട് അതിനടിയിൽ വരുന്ന കമൻസും ആ തരത്തിലുള്ളതാണ്. ഒന്ന് ആലോചിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഈ കൊച്ചു കുട്ടിയോട് തോന്നുന്ന വികാരം എന്താണെന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് അവർ പോർട്രേറ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കണം മാതാപിതാക്കൾ. അവർക്കിത് കൃത്യമായിട്ട് അറിയാം ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ എടുക്കുന്നതെന്നുള്ളത്. കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള അതായത് ഡ്രസ്സിങ്ങിനെ ഒന്നും കുറ്റം പറയുന്നില്ല, അത് ആ രീതിയിൽ അത് അങ്ങനെ പോർട്രേറ്റ് ചെയ്യും, നമ്മൾ ആ രീതിയിൽ കാണണം എന്നുള്ള രീതിയിൽ അവർ അങ്ങനെയുള്ള റീലുകൾ അപ്ലോഡ് ചെയ്യുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള റീലുകൾ അപ്ലോഡ് ചെയ്യുന്നു, അതിനിടയിൽ വരുന്ന മോശമായിട്ടുള്ള കമന്റുകൾ. അതായത് ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ പരമാവധി മോണിറ്റർ ചെയ്യുന്നതിനോടൊപ്പം അവരെ തങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. നല്ലതെന്ത് മോശമെന്ത് എന്ന് മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരും അല്ലെങ്കിൽ ആ കുട്ടിയെ അറിയുന്ന വ്യക്തികൾ ഉൾപ്പെടെ അവർ സ്വാധീനിക്കുന്നവരാണ് ഈ കുട്ടിയുടെ വരുന്ന ഈ ഒരു വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും വലിയ സ്വാധീനിക്കുന്നവർ. അല്ലാതെ കണ്ട ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സോ ഒന്നുമല്ല ആ കുട്ടികളെ സ്വാധീനിക്കേണ്ടത്. ആ ഒരു കുട്ടി വളർന്നു വലുതാകുമ്പോൾ ഒരു നല്ലവനാകണോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മോശപ്പെട്ടവനാകണോ എന്ന് ആകേണ്ടത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നയിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. നമ്മളുടെ ഉത്തരവാദിത്വമാണ് നമ്മളുടെ കുട്ടികൾ ഏതൊക്കെ രീതിയിൽ വളർന്നു വരണമെന്നുള്ളത്.